ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ വരികയാണ്. അപ്പോൾ വാ മോനെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് വന്ദനയുടെ അച്ഛൻ. അങ്ങനെ മനോഹർ നേരെ മണ്ഡപത്തിൽ കയറി എല്ലാവരെയും തൊഴുത് അവിടെ ഇരിക്കുകയാണ്. പുറകെയായിട്ട് വന്ദനയും വരുന്നുണ്ട്, അണിഞ്ഞൊരുങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം മനോഹർ വന്ദനയോട് ആ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഇനി എന്തായാലും താലികെട്ട് ചടങ്ങ് തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ താലി എടുത്ത് ശാരി കൊടുക്കുകയാണ് ആ തളികയിൽ നിന്നിട്ട്. അപ്പോൾ മനോഹർ കയ്യിൽ താലി ഇങ്ങനെ പിടിച്ചിട്ട് വന്ദനയുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടാൻ നിൽക്കുമ്പോൾ താലി ഇങ്ങനെ പിടിച്ചിക്കാണ്. അപ്പോൾ വന്ദന പറയുന്നുണ്ട്, ഹായ് നല്ല താലി എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചല്ലേ പോയി വാങ്ങിയത് എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് വന്ദന സംസാരിച്ച കാര്യം ആ സമയത്ത് മനോഹർ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തലയിൽ എന്തോ ഓടിയ പോലെ വന്ദന ഇങ്ങനെ നോക്കിയിട്ട്, വന്ദന എപ്പം മുതലാണ് സംസാരിച്ചു തുടങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്പുറം നിന്ന് ശാരിയും പറയാണ്, അത് ശരിയാണല്ലോ, ഞാനും ശ്രദ്ധിച്ചു, അതും സംസാരിച്ചത് സ്ത്രീ ശബ്ദത്തിലല്ലോ പുരുഷ ശബ്ദത്തിലാണല്ലോ എന്നിങ്ങനെ ശാരി പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന താലത്തിലെ കുങ്കുമം എടുത്ത് നേരെ അവൻ്റെ മുഖത്തേക്കും ഡ്രസ്സിലേക്കും വലിച്ചെറിയുകയാണ്. എന്തായി കാണിക്കുന്നതെന്നും ചോദിച്ചിട്ട് അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവളും എഴുന്നേൽക്കാണ്, വന്ദനയും എഴുന്നേൽക്കുന്നുണ്ട്. എന്താ ഇത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന സമയത്ത്, അതെ, ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഈ മുടിയൊക്കെ അരോചകമായി തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ വലിച്ചു പറിച്ചങ്ങ് എടുക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ആ മുടി അങ്ങ് വലിച്ചു പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ആണിൻ്റെ മുഖമാവുകയാണ്. അപ്പോൾ മനോഹറിനൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ കല്യാണി അവിടെ നിന്ന് മൊബൈലിൽ പകർത്തിയെടുക്കുന്നുണ്ട് കിരണിന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണിയും നിഷയും അതുപോലെ ജുബാനയും കൂടി അവിടേക്ക് കടന്നു വരികയാണ്. ഇവരെ കണ്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ മനോഹർ. കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങി മനോഹറിന്. അങ്ങനെ ശാരിയും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് മനോഹർ, ഇതാണ് വരുൺ, ഇവൻ ആണാണ് വരുൺ, ഇനി നീ പോയിട്ട് വേഗം മണവാളുടെ ഡ്രസ്സ് ഇട്ടിട്ട് വായോ എന്ന് കല്യാണിയോട് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ അവിടെ നിന്നിട്ടും നേരെ വരുൺ ഇറങ്ങിപ്പോവുകയാണ്. ഇതേ സമയത്ത് മനോഹറിനോട് പറയുന്നുണ്ട്, അവിടെ ഇരിക്കടാ എന്ന് പറയുകയാണ്. ആ മണ്ഡപത്തിൽ തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നിഷയും ജുബാനയും ഒക്കെ ചീത്ത പറയാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് 3 പെണ്ണുങ്ങൾ അവിടെ ചെന്നിട്ട് അവൻ്റെ മുഖത്തടിക്കുകയും പുറത്തും തലങ്ങും വിലങ്ങും 3 പെണ്ണുങ്ങളും ചേർന്നിട്ട് നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് മനോഹറിന്. മനോഹർ വേദന സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. ശാരിയാണെങ്കിൽ വായ പൊത്തി നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ശാരിയോട് ചോദിക്കുന്നുണ്ട് കല്യാണി, നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഇവൻ പോവാൻ വേണ്ടിയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതാണ്, അതിനുവേണ്ടി ആൻറ്റിയുടെ വേഷം കിട്ടി വന്നതാണല്ലേ, ഇവൻ്റെ അമ്മായിമ്മ തന്നെയാണ് ഇവൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ അമ്മ എന്ന് പറയുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ കല്യാണി. അതേ സമയത്ത് മനോഹർ ഇങ്ങനെ അടി കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ബന്ധുക്കളോടൊക്കെ ചോദിക്കുന്നു, നാണയില്ലല്ലോ ഇവരെ ബന്ധുക്കളായിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് വന്നിരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എത്ര രൂപ തരും ഇവർ, ഒരു മാസം നിങ്ങൾക്ക് എത്ര ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് അവരെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, നീ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അണിഞ്ഞൊരുങ്ങി വന്നത്, ഞാനും ഈ കല്യാണത്തിനാടെ എന്നെയും വിളിച്ചിട്ടുണ്ടായ കല്യാണം, പക്ഷേ നീയുമായിട്ടുള്ള കല്യാണമല്ല, എനിക്കിടെ അവിടെ നിന്ന് എന്നും പറഞ്ഞ് വീണ്ടും അവനെ ആ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേൽക്കാണ്. എന്ത് പറഞ്ഞാലും നല്ല അനുസരണയോടുകൂടി എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ മനോഹർ. അങ്ങനെ മനോഹറിനോട് അവിടെ മാറി നിൽക്കാൻ പറയുകയാണ്. അങ്ങനെ മനോഹർ അവിടെ ഒരിക്കൽ മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് നിതയും വരുണും കൂടി മണവാളിൻ്റെയും മണവാട്ടിയുടെയും വേഷമിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അണിഞ്ഞൊരുങ്ങി അവർ വരികയാണ്. അങ്ങനെ അവരെ ആദ്യം തന്നെ നമ്മുടെ വരുൺ വന്ന് മണ്ഡപത്തിൽ കയറി ഇരിക്കുകയാണ്. അതിനുശേഷം നിതയുടെ അച്ഛൻ അവളുടെ കൈ പിടിച്ച് മണ്ഡപത്തിൽ കയറ്റിയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം താലികെട്ട് ചടങ്ങ് തുടങ്ങുകയാണ്. ആ താലി തന്നെ, അതായത് ഇവൻ എടുത്തു കൊടുത്ത ആ താലി കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ വരുൺ താലി കെട്ടുകയാണ്. അതുപോലെ തന്നെ നിത അണിഞ്ഞിട്ടുള്ള എല്ലാ ആഭരണങ്ങളും നമ്മുടെ മനോഹർ വന്ദനയ്ക്ക് എടുത്തു കൊടുത്തതാണ്, സാരിയും ഒക്കെ. അതും ഇവരുടെ സത്യത്തിൽ അധിക പൈസയൊന്നും പൊട്ടിയിട്ടില്ല, എല്ലാം മനോഹറിൻ്റെ പൈസയാണ് പൊടിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ താലി എടുത്ത് ചാർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മനോഹർ. അങ്ങനെ അവളുടെ കൈ പിടിച്ച് അവൻ അങ്ങനെ മണ്ഡപം വലം വെക്കുകയും ചെയ്യുന്നുണ്ട്.
അതിനുശേഷം അവരിങ്ങനെ പറയുകയാണ്, മനോഹറിനോട് പറയുന്നുണ്ട്, ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത്, നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് കൂടെ വന്നവരോടൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് തല കുമ്പിട്ട് നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നമ്മുടെ മനോഹർ. പിന്നീട് ശാരിയും പുറകെയായി പോകുന്നുണ്ട്. അപ്പോൾ ശാരി പുറത്തിറങ്ങിയ മനോഹറിനോട് ചോദിക്കുകയാണ്, എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോഴും അറിഞ്ഞത്, ഇനി ഇതിൻ്റെ പറ്റി കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നിങ്ങനെ മനോഹർ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് നിന്നെ പോകുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചത്, നീ ഒരു മണ്ടനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഒരു ആണ് പെണ്ണി വേഷം കെട്ടി വന്നാൽ നിനക്ക് എന്താടാ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ജുബാന പറയുന്നുണ്ട്, ഒരു കമ്പിമേല് ഒരു തുണി സാരി ചുറ്റി വന്ന ആരായാലും അവന് പെണ്ണല്ല, അപ്പോൾ അവൻ ആരായാലും മതിയല്ലോ എന്നൊക്കെ ജുബാന അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാരി ദേഷ്യം വന്ന് അവിടെ നിന്നും പോകുന്നുണ്ട്. ദേ വരുന്നു നിന്റെ ബന്ധുക്കൾ, വേഗം സെറ്റിൽ ചെയ്ത് വിടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ആൾക്കാർ വരുന്നുണ്ട്. അതേ സമയത്ത് അവർ പറയാണ്, എന്തായാലും ഇന്ന് പൈസ വാങ്ങിയിട്ട് പോയാൽ മതി ഇയാളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ പൈസ തരാൻ പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അത് തരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ, അങ്ങനെ പോയാൽ പറ്റില്ല, ഞങ്ങൾക്ക് എന്തായാലും പൈസ തരണമെന്ന് പറയാണ്. ശരി, ATM എൻ്റെ കൂടെ വായു, ATM ഞാൻ എടുത്തു തരാമെന്ന് പറയാണ്. അങ്ങനെ അവർ കാറിലാണ്, അത് മതിയെന്നും പറഞ്ഞ് കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് അവിടെ മനോഹറിൻ്റെയും വന്ദനയുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് അവിടെ കാണുന്നത്. അതെടുത്ത് താഴെ ഇടുന്നുണ്ട് അവൻ. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായി കഴിയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിന്നെ രാഹുലിൻ്റെ അരികിലേക്കായിട്ട് നമ്മുടെ ശാരി വളരെ വിഷമത്തോടുകൂടി വരികയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നു, എന്തായി, അവൻ പോയോ, അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ പോയോ എന്ന് പറയുമ്പോൾ ഒന്നും പോയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ആ വന്ദനയായി വന്നത് ഒരു ആണായിരുന്നു, വരുണായിരുന്നു അവനെ അങ്ങനെ ഒരു നാടകം കളിപ്പിച്ചത് അയലത്തെ വീട്ടിലെ അവളും അവളുടെ കൂട്ടുകാരികളും കൂടി, അതായത് കല്യാണിയും അവൻ മുൻ ചതിക്കപ്പെട്ട കുറേ പെൺകുട്ടികളുണ്ടല്ലോ അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു നാടകം നടത്തിയത്, നിങ്ങളും കൂടി കാണേണ്ടതായിരുന്നു എന്ന് ശാരി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കാണാനൊന്നുമില്ല, നീ പറഞ്ഞത് പ്രകാരം എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ശാരി പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും മണ്ടൻ നിങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പം മനസ്സിലായി അവൻ നിങ്ങളെക്കാളും മണ്ടനാണ് ഈ മനോഹർ എന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഇനി എന്ത് ചെയ്യും, നമ്മളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് അവനെ ഇനി അടർത്തി മാറ്റാൻ പറ്റില്ലല്ലോ ശാരി എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് എൻ്റെയും വിഷമം എന്ന് ശാരി പറയുന്നുണ്ട്. അപ്പം ശാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വല്ലാത്തൊരു ജീവിതമാണ് എൻ്റേത്, ഒരു ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ല, സന്തോഷവുമില്ല, ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു. പിന്നെ ആകെയുള്ള എൻ്റെ ഒരു മകൾ എന്ന് പറയുന്നത് അതെൻ്റെ സ്വന്തവുമല്ല, എല്ലാം കൂടി ഇങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടകാലം വരുമെന്ന് പറയാറുണ്ട്, പക്ഷെ ഇതുപോലൊരു കഷ്ടകാലം ഒരാൾക്കും വന്നിട്ടുണ്ടാവില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവനെങ്ങോട്ടാ പോയത്, അവനിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വരാതെ അവനെവിടെ പോവാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അവൻ ആ 7 കോടിയുടെ ചെക്ക് കൊടുത്തു എന്നൊക്കെ അല്ലേ പറഞ്ഞത്, അതെ 7 കോടി, അവനത് മാറാൻ വേണ്ടി ബാങ്കിലേക്ക് പൊക്കോട്ടെ, അപ്പോഴറിയാം 7 കോടി എന്തായിരിക്കും എന്നുള്ളത് എന്നിങ്ങനെ ശാരിയൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.